സൈനികനാകാൻ കൊതിച്ച യുവാവ് സൈനികർക്കായി കണ്ടുപിടിച്ച ആശയത്തിനൊരു പേറ്റന്റ് കിട്ടിയിരിക്കുന്നു. ഒറ്റക്കുഴൽ തോക്കിൽ ഇരട്ട മാഗസിൻ എന്ന ആശയത്തിനാണ് ഇരുചക്ര വാഹന മെക്കാനിക്കായ തിരുവനന്തപുരം നഗരൂർ സ്വദേശി എൻ ജയേഷിന് കേന്ദ്ര സർക്കാരിന്റെ പേറ്റന്റ് കിട്ടിയത്. അതിർത്തിയിൽ ശത്രുവിന്റെ ആക്രമണത്തെ അതിവേഗം പ്രതിരോധിക്കാൻ ഓട്ടോമാറ്റിക് ഡബിൾ മാഗസിൻ റൈഫിളിന് സാധിക്കുമെന്നതാണ് ഈ കണ്ടുപിടുത്തത്തിന്റെ സവിശേഷത. ആ മാഗസിൻ കറണ്ടായിട്ടുള്ള റൈഫിളിൽ അതിൻ്റെ AK-47 നമ്മൾ കണ്ടാണ്. ഒരു സിംഗിൾ മാഗസിൻ അത് ആ ഒരു ട്യൂബ് ഒരെണ്ണം മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇമ്പിൾട്ട് ചെയ്തേക്കുന്ന രണ്ട് മാഗസിനകത്ത് ഇമ്പിൾട്ട് ചെയ്യണം. അത് മാത്രമല്ല ഒരു സമയം ഒരു മാഗസിനെ അതിനകത്ത് വർക്ക് ചെയ്തുള്ളൂ. എല്ലാത്തിനും ഞാൻ ചെയ്യുന്നതിൽ ഒരു മാഗസിൻ മാത്രമേ ഒരു സമയത്ത് വർക്കാവുള്ളൂ. പക്ഷേ നമ്മൾ ആ മാഗസിനകത്തുള്ള ബുള്ളറ്റ് തീർന്നിട്ട് നമ്മൾ ആ empty ആയ മാഗസിൻ താഴേക്ക് വലിക്കുമ്പോഴത്തേക്കാണ് ഈ നമ്മൾ ഇടത് സൈഡിൽ വെച്ചേക്കുന്ന മാഗസിൻ കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ എത്തുന്നത്. അപ്പോൾ നമുക്ക് ആ പൊസിഷനിൽ എന്ന് വെച്ചാൽ ഈ ബുള്ളറ്റ് എന്താ പറയേണ്ടത് അത് ബോൾട്ട് ക്യാരിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ ബുള്ളറ്റിനെ ഇങ്ങനെ വന്നിട്ട് പൊക്കി എടുത്തുകൊണ്ട് പോയി അതിനകത്ത് ആ കറക്റ്റായിട്ടുള്ള പൊസിഷനിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. എന്നിട്ടാണ് ഫയറിങ് നടക്കുന്നത്. ഈ ടൈം ഡ്യൂറേഷൻ കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചുള്ള ഡിഫെൻസ് ചെയ്യാനുള്ള അറ്റാക്ക് നമുക്ക് ചെയ്യാം. നമുക്ക് അതിനകത്ത് അച്ചീവ്മെൻറ്റ് കിട്ടുകയും ചെയ്യാം. ഇനി ആരാണ് ജയേഷ് എന്നറിയണം. മെക്കാനിക്കാണ്. നഗരൂർ ജംഗ്ഷന് സമീപം കാരേറ്റ് റോഡിൽ ഇരുചക്ര വാഹനങ്ങളുടെ വർക്ക്ഷോപ്പ് നടത്തുന്നു. ഗൺ, റൈഫിൾ തുടങ്ങി സൈനികായുധങ്ങളുമായി ജയേഷിന് എന്തു ബന്ധമെന്ന് ചോദിച്ചാൽ ഓർമ്മ സ്കൂൾ മുറ്റത്തേക്ക് പോകും. സ്കൂളിൽ പഠിക്കുമ്പോൾ പട്ടാളക്കാരനാകണമെന്നായിരുന്നു ജയേഷിന്റെ ആഗ്രഹം. തീപ്പൊരിയായതാകട്ടെ ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ ജീവിതവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ജീവൻ കൊടുത്ത് നമ്മളെ രാജ്യത്തിനെ സംരക്ഷിക്കുമ്പോൾ എനിക്ക് ആ സമയത്ത് ഇതിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. ആ സമയത്ത് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ മരിക്കുന്നു. അപ്പോൾ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ മൊത്തം നമ്മളെ ആ ഒരു ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മളെ മണ്ടയിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ട് 10ാം ക്ലാസ്സിൽ വെച്ച് പഠനം ഉപേക്ഷിച്ചിട്ട് പിന്നെ ഒരു ഹീറോ ഹോണ്ട ഒരു ഷോറൂം ആറ്റിങ്ങൽ അവിടെ പോയി ഒരു ഹെൽപ്പറായിട്ട് നിന്ന് പണി പഠിച്ച് മെക്കാനിക്കായി അവിടെ നിന്നിട്ട് പിന്നെ പെങ്ങളുടെ വിവാഹം അങ്ങനെ കുറച്ച് ഉത്തരവാദിത്തങ്ങളായപ്പോൾ പിന്നെ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ പോയതിന് ശേഷം ഒരു 8 കൊല്ലം അവിടെ നിന്നു. കുടുംബ പ്രാരാബ്ധം ഏറ്റെടുത്ത് വിദേശത്ത് ജോലി ചെയ്യുമ്പോഴും പഠിക്കണമെന്ന് കലശലായ ആഗ്രഹം. കൂട്ടുകാരോട് കാര്യം പറഞ്ഞു. 2018 തമിഴ്നാട്ടിലെ നൂറുൽ ഇസ്ലാം പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്ക് കൂട്ടുകാർ തന്നെ അഡ്മിഷൻ എടുത്തു കൊടുത്തു. നാട്ടിലേക്ക് വന്ന് പഠനം ആരംഭിച്ചതിനു പിന്നാലെയാണ് ഓട്ടോമാറ്റിക് ഡബിൾ മാഗസിൻ റൈഫിൾ എന്ന ആശയം തലയിലേക്ക് എത്തിയത്. യുദ്ധത്തിനിടെ അതിർത്തിയിൽ പട്ടാളക്കാരുടെ പോരാട്ട വീര്യത്തെ പിന്തുണയ്ക്കാൻ തദ്ദേശീയമായി ചെലവ് കുറഞ്ഞ സംവിധാനം വേണമെന്ന ചിന്തയാണ് പുതിയ ആശയത്തിന്റെ കാതൽ. 1 വർഷം നീണ്ട പരീക്ഷണ ഗവേഷണങ്ങൾ. തുടർന്ന് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിലെ ശാസ്ത്രജ്ഞനായ പ്രവീൺ രാജുവുമായി ആശയം പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം 2019 ഫെബ്രുവരി 7 പേറ്റന്റിന് അപേക്ഷിച്ചു. 2024 മെയ്യിൽ പേറ്റന്റിന് അംഗീകാരം ലഭിച്ചു. DRDOയുടെ പൂനെയിലെ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ക്ഷണം ലഭിച്ചതിനെ തുടർന്ന് ആശയം അവതരിപ്പിക്കുകയും പ്രതിരോധ വകുപ്പിന്റെ ആർമി ഡിസൈൻ ബ്യൂറോയിലേക്ക് രൂപകൽപ്പന കൈമാറുകയും ചെയ്തു. ഇത് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു റിക്കഗ്നേഷൻ കിട്ടുമെന്നും അത് അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടുമെന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഒരു ജീവിതത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനും അതുപോലെ തന്നെ നമുക്ക് ആ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പുതിയൊരു ടെക്നിക്കൽ സെക്ഷനിലേക്കുള്ളതായിരിക്കും. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സായാഹ്ന ബാച്ചിലെ വിദ്യാർത്ഥി കൂടിയാണ് ഇപ്പോഴീ 37കാരൻ എന്നറിയുമ്പോഴാണ് ജയേഷിന്റെ പഠിക്കാനുള്ള അടങ്ങാത്ത അഭിവാഞ്യയ്ക്ക് കൈയടിച്ചു പോകുന്നത്. ഇപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്കും റിസർച്ച്, വീട്ടിലെ കാര്യങ്ങൾ, കോളേജ് ക്ലാസ് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടൈം മാനേജ്മെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പം ഈ ആർമിയുടെ റിക്വയർമെൻറ്റ് കറക്റ്റായി കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേസ് എവിടെയെങ്കിലും ഒരു പ്ലേസ് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു. രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം.